തയ്യാറായിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഇടവേള വെറുമൊരു താൽക്കാലിക വിശ്രമം മാത്രമാണ്. ഇസ്രായേലുമായുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. 12 ദിവസത്തെ യുദ്ധത്തിൽ ഉപയോഗിച്ചവയേക്കാൾ വളരെ ശക്തമായ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തതായും ഇറാൻ അവകാശപ്പെടുന്നു. ജൂൺ 24-ന് US ഇടപെട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിനു ശേഷം 2 ദിവസത്തിനുള്ളിൽ യുദ്ധവിരാമം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഔപചാരിക വെടിനിർത്തൽ കരാർ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ചൊരു അനൗപചാരിക യുദ്ധവിരാമം മാത്രമാണ് നടപ്പിലായത്. ഏറ്റവും മോശമായ സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഞായറാഴ്ച ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള ഖംനയുടെ പ്രധാന സൈനിക ഉപദേഷ്ടാവായ യഹ്യ റഹീം സഫവി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ് ഇറാന്റെ നീക്കം? ഒരു സംഘർഷ സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടോ? വിശദമായി നോക്കാം. ഇറാനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വർഷങ്ങളെടുത്ത് തയ്യാറാക്കിയ നീക്കങ്ങൾക്കൊടുവിലാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ പ്രഖ്യാപിച്ച് ഇറാന് നേർക്ക് ഇസ്രായേൽ 12 നാൾ നീണ്ടുനിന്ന വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ സൈനിക ലക്ഷ്യം. നിലവിലെ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നത് രാഷ്ട്രീയ ലക്ഷ്യവും. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ഖത്തർ മുൻകൈയെടുത്ത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദുർബലമായ ഒരു വെടിനിർത്തൽ സാധ്യമായെങ്കിലും യുദ്ധഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും തീവ്രമാകാവുന്ന ഒരു യുദ്ധാവസ്ഥയിലാണ്. ഇസ്രായേലുമായോ US-ഉമായോ യാതൊരു ഔപചാരിക കരാറോ പ്രോട്ടോകോളോ ധാരണയോ ഇല്ല എന്ന് യഹ്യ റഹീം സഫവി ഷാർക്ക് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആക്രമണങ്ങൾ നിർത്തലാക്കിയത് ഒരു ഗ്യാരണ്ടിയല്ല. എപ്പോൾ വേണമെങ്കിലും അത് തകർന്നു വീണേക്കാമെന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ശക്തമായ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തുവെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തുന്നത്. ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 12 ദിവസത്തെ യുദ്ധത്തിൽ ഉപയോഗിച്ച മിസൈലുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചവയാണ്. ഇന്ന് മുൻപത്തെ മിസൈലുകളേക്കാൾ വളരെ ഉയർന്ന ശേഷിയുള്ളവ നിർമ്മിക്കുകയും കൈവശം വെക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. സൈനിക ശത്രു വീണ്ടും ഒരു സാഹസത്തിന് മുതിർന്നാൽ ഉറപ്പായും ഇവ പ്രയോഗിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെയും ഇറാന്റെയും സേനാ മേധാവിമാർ യുദ്ധഭീഷണി മുഴക്കുന്ന പ്രസ്താവനകൾ നടത്തിയതിന് പിന്നാലെയാണ് ഖാംനയുടെ ഉപദേഷ്ടാവിന്റെയും പ്രസ്താവന വരുന്നത്. കൂടുതൽ ആക്രമണത്തിന് സജ്ജമാണെന്ന് ഇസ്രായേൽ സേനാ മേധാവിയും ഭാവിയിലുണ്ടാകുന്ന ഏത് ആക്രമണത്തിനും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ സൈനിക മേധാവിയും പറഞ്ഞിരുന്നു. യുദ്ധത്തിനു ശേഷം ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തിപ്പിക്കുകയോ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി പുനരാരംഭിക്കുകയോ ചെയ്താൽ വീണ്ടും ആക്രമിക്കുമെന്ന് ഇസ്രായേലും US-ഉം ആവർത്തിച്ച് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇതിനിടെ ഇറാൻ ചൈനയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ജൂണിലെ യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ചൈന സഹായം നൽകുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേരിട്ട് ആയുധങ്ങൾ നൽകുന്നില്ല, പക്ഷേ തകർന്ന സൈനിക സംവിധാനങ്ങൾ റിപ്പയർ ചെയ്യാൻ ചൈന സഹായിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാന് ചൈന നേരിട്ട് സൈനിക സഹായം നൽകുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.